ഹായ് വെൽക്കം ടു നമ്മുടെ ചാനൽ. അപ്പോൾ നമ്മുടെ തെരുവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങളെല്ലാം കൂടിയിട്ട് ഇന്ന് കുറേ കാലം ഇന്ന് കൊടുക്കുന്ന ഉണക്കി ക്ലാസ്സില്ല. അപ്പം മൂന്നാമത്തെ തോന്നുന്നു രാവിലെ തൊട്ട് ഉച്ച തിരണമായിരിക്കുള്ള പണിയും കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി പോവാണ്. അപ്പോൾ പോയാൽ നോക്കാം നമുക്ക് പോണ വഴിക്ക് എന്തൊക്കെയാന്ന് ഒരു വീഡിയോ അല്ല ഇന്ന് എന്തൊക്കെ നമ്മൾ ചെയ്യുന്നതൊക്കെ ചെയ്യാം. അപ്പം ഇതൊരു വെറുമായിട്ട് കുടിക്കുന്ന ഒരു വെള്ളമാണ് കേട്ടത്. ഇതെന്താണെന്നുള്ള ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഇതിൻ്റെ റിസൾട്ട് നല്ലതാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഞാൻ ഷെയർ ചെയ്ത് തരും. ഇതിൻ്റെ കുറച്ച് റിസൾട്ട് നല്ലത് എനിക്ക് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ട്. എന്താ വെച്ചാൽ എൻ്റെ എല്ലാ ചുരിദാറുകളിലെയും അല്ല ഒരു 3-4 ചുരിദാറുകളിൽ ഈ വയറിൻ്റെ അവിടേക്ക് ടൈറ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ കൊണ്ട് ഇപ്പോൾ ലൂസായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് വയറ് കുറേ ആളൊരു വെള്ളമാണ്. ഇത് നല്ലതാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എന്താണ് ഞാൻ ഷെയർ ചെയ്ത് തരും. എന്ന് വെച്ചാൽ എൻ്റെ പോലെ ഒരുപാട് ആൾക്കാർ ക്ഷമിക്കുന്നത് എനിക്കത് വയറുണ്ട്. നമുക്ക് എന്ത് ഡ്രസ്സ് എടുക്കാൻ പോലും ചിലപ്പോൾ ഒന്നൊരു വയറിൻ്റെ അവിടെ ടൈറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ബ്രസ്റ്റിൻ്റെ അവിടെ ആയിരിക്കും ടൈറ്റ്. അങ്ങനെ ബ്രസ്റ്റിൻ്റെ അവിടുത്തെ ടൈറ്റ് പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റും. ഇപ്പോൾ വയറ് കുറയ്ക്കാൻ നല്ലൊരു ഗുണമുള്ള മരുന്നാണ് എനിക്ക് തോന്നുന്നുണ്ട്. എന്താ വെച്ചാൽ എനിക്ക് വയറിൻ്റെ അവിടെയൊക്കെ ഞാൻ ഇപ്പോൾ എത്ര ദിവസം അതിൻ്റെ കുടിക്കാൻ തുടങ്ങിയിട്ട് ഒരാഴ്ചയായിട്ടില്ലോട്ട് കുടിക്കാൻ തുടങ്ങിയിട്ട് ഒരാഴ്ച കൊണ്ട് എനിക്ക് നല്ലൊരു വ്യത്യാസം എനിക്ക് തോന്നിയിട്ടാണ്. ഇത് കുടിക്കാത്ര ഇഷ്ടമായിട്ടില്ല കേട്ടോ. ടേസ്റ്റ് ഇപ്പം ചിലപ്പോൾ ചിലവർക്ക് ഇഷ്ടപ്പെടും, എനിക്കിത് അത്ര ഇഷ്ടമായിട്ടില്ല. പക്ഷേ വയറ് കുറേ ഉണ്ട്, അതുകൊണ്ടാണ്. രാവിലെ വന്നതിന് ശേഷം അന്വേഷണം കുടിക്കൂടി അമ്പലത്തിൽ പോകാം കേട്ടോ. അവർ അമ്പലത്തിൽ പോയി വരുന്നതായിരിക്കും. ഞാൻ കാറിലിരിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മുടെ കുണുക്കനും അന്വേഷണം കുണിക്കുമ്പോൾ അമ്പലത്തിൽ പോയി വരാട്ടെ. ഞാൻ പോയിട്ടില്ല. അപ്പോൾ അവരമ്പലത്തിൽ പോയി വരുന്നുണ്ട്. എനിക്കിന്ന് കാലുവേദന കൈവേദന തീരെ വയ്യ. അപ്പം ഞാൻ ഇറങ്ങിയില്ല. അങ്ങനെ ഇതേ കുണുക്കൻ്റെ കയ്യിൽ പായസമൊക്കെ ഉണ്ട് കേട്ടോ. അന്ന് വഴിപാട് കിട്ടിയത്. അച്ചു കാല് പൊള്ളില്ല. പായസം കിട്ടിയ സന്തോഷത്തിൽ എൻ്റെ വരവാണ് കേട്ടോ. പായസം ഫ്രീ കിട്ടിയതാണല്ലേ. കാണാൻ പറ്റില്ല അമ്മ. എന്താ ഉണ്ടാവത്തെ ചെയ്തു അവിടെ അതില് പങ്കെടുത്തു. ഞാൻ ചോദിച്ചു കൊറേ നേരം പോയിട്ട് അച്ഛനും മക്കളും കാണാനില്ലല്ലോ എന്ന് ചോദിച്ചിട്ടവനാ പായസം എടുത്താൽ മട്ടോ അവരുടെ അടുത്തുള്ളത്. ആ അപ്പൊ ഇന്ന് നമ്മള് നായർ ഹോട്ടലിലേക്ക് പോയാലേട്ടാ. കൊറേ നാൾക്ക് ശേഷമാണ് ഞാൻ നായർ ഹോട്ടലുകാരന് സത്യാന് ഷേപ്പ് അടിച്ചിട്ടുണ്ടല്ലോ. ഇപ്പൊ കൊറേ ആയിട്ട് വന്നിട്ട്. പക്ഷെ ഇപ്പൊ റീൽസിലൊക്കെ കാണാണ് നല്ല മസാല ദോശയാണ്. അപ്പൊ എന്തായാലും ഇന്ന് പുറത്തിറങ്ങിയ സ്ഥിതിക്ക് ഒരു മസാല ദോശ കഴിക്കാം അല്ലേ. ഇന്ന് എന്താ വെച്ചാൽ കുന്നോളത്ത് കുറേ കാര്യങ്ങളുണ്ട്. നമുക്ക് രണ്ട് ബാങ്കിലേക്ക് പോകാണ്ട് കുറേ കാര്യങ്ങളുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് വന്നിക്കണം കേട്ടാ. അറിയാനാണ് കേട്ടാ. അങ്ങനെ ഞങ്ങൾ കുറേ വർഷങ്ങൾക്ക് ശേഷം നായർ ഹോട്ടലിലേക്ക് കയറിയിട്ട്. അപ്പോൾ ഇന്ന് കുറേ സ്ഥലങ്ങളിലൊക്കെ പോവാണ്ട്. ഞങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കണം. അതുകൊണ്ടാണ് കേട്ടോ വേറൊന്നുമില്ല. നമുക്ക് ആലോചിച്ചാലോ ജനുവരി ഫെബ്രുവരി മാർച്ച് എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും കാശുകൾ അടയ്ക്കേണ്ടടുത്ത് അടയ്ക്കണം. നമ്മൾ ഗോൾഡ് എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് പുതുക്കണം. ഇങ്ങനെയുള്ള കുറേ പരിപാടികളൊക്കെ ലാസ്റ്റ് ഘട്ടത്തിലുണ്ടാവുമല്ലോ കേട്ടോ. കൊല്ലത്തിലെ ലാസ്റ്റ് ഈ സമയമാകുമ്പോൾ നമ്മളെല്ലാവരും അന്വേഷിക്കും. അപ്പോൾ അന്വേഷിക്കാൻ അവർ കൂടുതൽ തയ്യാറാവുന്നതിനേക്കാൾ മുന്നേ നമ്മൾ ഈ മാസം ലാസ്റ്റാന്ന് നമുക്ക് അറിയാമല്ലോ. അപ്പം നമ്മൾ പരമാവധി കാര്യങ്ങൾ സഹകരിച്ച് അല്ലേ. അങ്ങനെ ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാണ്ട് കേട്ടോ. അപ്പോൾ ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് രാവിലെ ഞാൻ പറഞ്ഞില്ലേ അമ്പലത്തിൽ കുറച്ച് വഴിപാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി ഇത് കയറിയിട്ട്. അപ്പോൾ അന്വേഷണയും കുടുക്കൻ്റെ പേർക്കാണ് കേട്ടോ മെയിനായിട്ട് ചെയ്ത് വേണമെന്നല്ല. അന്വേഷൻ്റെ അച്ഛൻ മരിച്ച സമയത്ത് കുറച്ച് ദോഷങ്ങൾ കാണാണ്ടത്ര. അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ ദോഷങ്ങൾ കാണാണ്ടാകുമ്പോൾ പൂവത്തൂര് തറവാട്ടിൽ നിന്നാണിപ്പോൾ നമ്മുടെ വീട്ടിലുള്ള രണ്ടാണുങ്ങൾ
അനിയേട്ടനും കുണുക്കുമ്പോനാണ്. അപ്പോൾ അവരുടെ പേർക്ക് വഴിപാട് കാരണം ചെയ്യാണ്ടായിരുന്നു. അങ്ങനെ അച്ഛനും മോൻ്റെ പേർക്ക് വഴിപാട് ചെയ്തു കേട്ടോ. അമ്മയുടെ മോൾക്ക് വഴിപാടൊന്നും നമുക്ക് ആരും ചെയ്തില്ലേ. അമ്മയും മോളൊക്കെ വേസ്റ്റാണ്. അമ്മയും മോള് വേസ്റ്റായിട്ടല്ല. അങ്ങനെ അച്ഛനും മോൻ്റെ പേർക്ക് വഴിപാട് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മളോട് നേരത്തെ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തലേ ദിവസം പോയിട്ട് തന്നെയാണ് വഴിപാടിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേരത്തെ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലൊക്കെ തന്നെയായിട്ട് പങ്കെടുത്തതിന് ശേഷം നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി അമ്പലത്തിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഒരു ഹോട്ടലാണ് കേട്ടോ, നായർ ഹോട്ടൽ. കാലുവേന എളുപ്പം വന്നു ലിഫ്റ്റ് യൂസ് ചെയ്തോളൂ മാഡം എന്ന് പറഞ്ഞു. അന്ന് തൊട്ട് ഇന്നേരം ഞങ്ങൾ ലിഫ്റ്റ് നല്ല ഉപയോഗിക്കുന്നുണ്ട്. സ്റ്റെപ്പ് കയറാൻ വയ്യ. സെക്കൻഡ് ഫ്ലോറിലാണ് കേട്ടോ ബാങ്ക്. അപ്പോൾ ഞങ്ങൾക്ക് ബാങ്ക് അങ്ങനെ സെക്കൻഡ് ഫ്ലോർ വരെ കയറാൻ വയ്യ. കാലുവേന ഇപ്പോഴും ഉള്ളതുകൊണ്ട് നമ്മൾ ലിഫ്റ്റ് യൂസ് ചെയ്തു അല്ലേ. അങ്ങനെ ഞങ്ങൾ ഒരാൾ ഷർട്ടാണ്ട് പിന്നിൽ നിൽക്കണ്ട്. എത്രയും പെട്ടെന്ന് പോയി ഷർട്ട് ഇട്ട് വേണ്ടതാണ്. കമ്മിറ്റിയിലേക്ക് വന്ന് ചേരേണ്ട ആളാണ്. അപ്പോൾ എന്താ വെച്ചാൽ ഞങ്ങൾ കുന്നാളം പോയി കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വരുന്നു. നേരെ വൈകിട്ടാണ് നമ്മൾ നെയ്റോസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു. വന്നിട്ട് ഇനി എന്തുണ്ടാക്കും എന്നുള്ള ആലോചനയാണ്. എന്തെങ്കിലും ഒരു നേരത്തേക്ക് ഒരു തട്ടിമുട്ടി എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് നോൺ വെജ് കഴിഞ്ഞ് പിന്നെ പച്ചക്കറിയിൽ ആകെ ഇഷ്ടമുള്ള ഒരു ചില സാധനങ്ങൾ ഒന്നാണ് കേട്ടോ പനീർ. ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ പനീർ എപ്പോൾ ഇവിടെ കണ്ടാലും മേടിച്ച് ഫ്രിഡ്ജിലേക്കും. ഞാൻ കറി വെച്ചിരിക്കും വെറുതെ ഞാൻ മുളകും പൊടി മഞ്ഞപ്പൊടി ഇട്ടിട്ട് വറുത്തിട്ടിങ്ങനെ ചെയ്തിട്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനം കേട്ടോ പനീർ. അപ്പോൾ ഇത് വെച്ചു പനീർ വെച്ചിട്ട് ഒരു ബിരിയാണി ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ സാധനങ്ങളൊക്കെ നോക്കിയും പിടിച്ച് നിൽക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കൊരു പനീർ ബിരിയാണി ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം ഒരു കുക്കറിൽ വെള്ളം വയ്ക്കട്ടെ. അങ്ങനെ ഞങ്ങളൊരു വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് പനീർ വെച്ചിട്ട് ഒരു വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആ ബിരിയാണിയുടെ റൈസും കാര്യങ്ങളൊക്കെ കഴുകാട്ടോ. അങ്ങനെ കഴുകിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് ഒരു കൊറിയർ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് വേഗം ബിരിയാണി അരി കഴുകി കുതിര വെച്ചു, വെള്ളം വെച്ചു. വെള്ളത്തിലേക്ക് കുറച്ച് കല്ലുപ്പ്, കുറച്ച് ഓയിൽ, കുറച്ച് പെരിഞ്ജീരകം, കുറച്ച് പട്ട, ഒരു 3-4 ഏലക്ക. ഇതിട്ടത് മാത്രമേ ഞങ്ങൾക്ക് ഓർമ്മയുള്ളൂ, വേറെ ഒരു ഓർമ്മയില്ല. ആ വെള്ളം എടുത്ത് ചെരിച്ച് കളയേണ്ട ഒരു അവസ്ഥയായിരുന്നു ഞങ്ങൾക്ക്. അത് നമ്മൾ അന്നേട്ടാ അതിനോട് ഒരു കൊറിയർ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഇവിടെ ഞാനൊന്നും ബുക്ക് ചെയ്തിട്ടില്ല അന്നേട്ടാ, അത് എന്താണാവോന്ന് പറഞ്ഞു. അപ്പോൾ ദേ വന്ന കൊറിയർ ഇതാട്ടോ. നോക്കിക്കേ എന്ത് സാധനം നോക്കിക്കേ. വേഗം കയറി നോക്കണം. ഇപ്പം ഒരു ഞാനിത് കണ്ട് ഇഷ്ടപ്പെട്ട് തുണിക്ക് കുറേ നാളായിട്ട് ചോദിക്കണ സാധനം കേട്ടോ. ഉടുപ്പ് പോലത്തെ നോക്കിക്കേ. അപ്പൊ കളർ സെലക്ട് ചെയ്തത് അച്ചു കേട്ടാ. ആ കുഞ്ഞിന്റെ അച്ചു പറഞ്ഞ് റെഡ് മതി കുണിക്ക്. നമുക്ക് റെഡാ ഭംഗിയുണ്ടാവും. അതുകൊണ്ട് റെഡാട്ടോ അച്ചു ബുക്ക് ചെയ്ത്. ബ്ലാക്ക് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അച്ചുവിന് ഇഷ്ടം റെഡും വൈറ്റാ. രസമുണ്ടല്ലേ തുണിന്റെ. അപ്പൊ ഇത് ഇട്ട് നോക്കിട്ട് ഞാൻ ഇപ്പൊ ഒരു ബിരിയാണി കുറുക്കിക്ക് മാക്സി നോട്ട് ഇഷ്ടയാ ഇട്ടാക്കിയാലോ. അപ്പൊ പനീർ ബിരിയാണി എങ്ങനെയുണ്ട്? ഏലക്കായ ഇട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ പനീർ ബിരിയാണി ഉണ്ടാക്കുന്ന പരിപാടിയായിരുന്നു. പക്ഷെ ഏലക്കായ ഇട്ട് വെക്കൽ നടന്നുള്ളൂ. പക്ഷെ അപ്പോഴേക്കും ഞങ്ങൾക്ക് പുറത്തേക്ക് വേണ്ട ഒരു എമർജൻസി കാര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഫുഡ് ഉണ്ടാക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ എന്ത് ചോദിച്ചു, ഇന്നത്തെ ഫുഡ് പുറത്തുനിന്ന് കഴിക്കാൻ വെച്ചു. അവൾക്ക് പറ്റുന്നുണ്ടല്ലേ? കുശുമ്പ ചെക്കനാവുണ്ടോ? കൊടുക്കാൻ നിന്നോട് വലുതായി കഴിഞ്ഞാൽ നിനക്ക് എന്ത് ജോലി വേണ്ടി ചെയ്യണം? വലിയ ചെക്കനായി എന്ത് ജോലി ചെയ്യേണ്ട ഇഷ്ടം? ഫയർഫോഴ്സാ? ഫയർഫോഴ്സ്
ഇല്ലാത്ത ജോലിയാണ് എൻ്റെ പണി. ഓഫീസിലായിക്കോട്ടെ. കളറൊക്കെ പിടിക്കുന്ന കത്തി കൊട്ടു കുണിക്ക് നീ എന്താ ഞാനാവാ കല്യാണം കഴിക്കേണ്ടതല്ല, നീ കല്യാണം കഴിക്കേണ്ടതല്ല. നിനക്ക് എന്ത് ജോലി ചെയ്യാൻ ഇഷ്ടമെന്ന് ചോദിച്ചു. നീ അമ്മയുടെ കൂടെ നിന്നോ, കുഴപ്പമില്ല. ടീച്ചറാണോ ഡോക്ടറാണോ? ടീച്ചർ. ഗൾഫിലെ കുറിച്ച് ഗൾഫിൽ ചെയ്യാ. ഫീസ് എനിക്കല്ല കിട്ടുന്നത്, അത് സ്കൂളിലെ മാനേജ്മെന്റിനെ പോവാ. എന്നിട്ട് സ്കൂളുകാർ നിനക്ക് സാലറി തരുകയും ചെയ്യാം. ആ ഫീസ് മുഴുവൻ നിനക്കല്ല. ഇനി ആലോചിച്ചു ഇനി വേറെ എന്ത് ജോലി വേണമെന്ന്. ടീച്ചറാവാനാണ് ആഗ്രഹം എന്ന് പറഞ്ഞ് ഇപ്പൊ മാറ്റാനുള്ള സാധ്യതയുണ്ടല്ലേ? അതിൻ്റെ കുണക്ക് എന്ത് ജോലിയാണ് ഇഷ്ടം? അതിൻ്റെ ആഗ്രഹങ്ങൾ പറയാം. കുണക്കാൻ കുണിക്കുക. കുണിക്കിന്റെ സ്വഭാവത്തിന് കുണിക്ക് എന്താവും? വക്കീലാവും നല്ലത്. നിന്റെ സ്വഭാവത്തിലും നിന്റെ വായന നാവിലും നീ വക്കീലാവണമെന്നാണ് എൻ്റെ ആഗ്രഹം. കുഞ്ഞാ കുണിക്കുക. അങ്ങനെ നമുക്കൊരു ഫോൺ കോൾ വന്നു ബാങ്കിലേക്ക്. എത്ര പെട്ടെന്ന് ഇപ്പോൾ ചെല്ലാൻ പറ്റും. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിട്ട് വരുമ്പോഴേക്കും നേരം വൈകി. ഇനി വീട്ടിൽ പോയിട്ട് ഫുഡ് കഴിക്കാനുള്ള നേരം ഇല്ല കേട്ടോ. അപ്പം നമ്മൾ വിചാരിച്ച് തൊട്ടടുത്ത് തന്നെ ഒരു ഹോട്ടലുണ്ടായിരുന്നു. അവിടെ കയറി ഒരു ഹാഫ് മന്തിയും ഒരു ചിക്കൻ ബിരിയാണി മേടിച്ചിട്ട് ഞങ്ങൾ 4 ആൾക്കും കുണുക്കിനും കുണുക്കിക്കും അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ ഒരാഗ്രഹം. കുറേ ദിവസമായില്ലേ പുറത്തേക്കൊന്നും കൊണ്ടുപോയിട്ട് അല്ല, അമ്മ മരിച്ചതിന് ശേഷം അങ്ങനെ പുറത്ത് പോയിട്ട് ഫുഡ് മേടിച്ച് കൊടുക്കുക കാരണമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. നമ്മൾ പുറത്തേക്ക് ഞാൻ അറിയണ്ട. അപ്പോൾ കുറേ ദിവസമായില്ലേ. അപ്പോൾ ഞാൻ മേടിച്ചു. ഞാൻ സത്യമാണ് വീട്ടിൽ വന്നിട്ട് ഫുഡ് ഉണ്ടാക്കാൻ എല്ലാ കാര്യം ചെയ്താട്ടോ, പിന്നെ പറ്റിയില്ല. അങ്ങനെ ഇന്നലെ പുറത്ത് പോക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ വീഡിയോ എടുക്കലും കാരണം ഒന്നും നടന്നില്ല. കുറേ കാര്യങ്ങൾ ചെയ്യാണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ ഇന്നും നമുക്ക് ക്ലാസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നേരെ വൈകി. അപ്പോൾ കുക്കറിൽ ചോറ് വെച്ചിട്ടുണ്ട്. അപ്പുറത്ത് ഉണക്കപ്പയറും വഴുതിരിങ്ങ, അപ്പുറത്തെ വീട്ടിൽ നിന്ന് വഴുതിരിങ്ങ ഉണ്ടായി തന്നാട്ടോ. അപ്പോൾ വഴുതിരിങ്ങ കൂടിയിട്ട് ഒരു ഉപ്പേരി വയ്ക്കാന്ന് വെച്ചു. ഉണ്ണോട് കഴിക്കുമെന്ന് അറിയില്ല. കുണിക്ക് ചിലപ്പോൾ കഴിക്കും. കുണുക്ക് പിന്നെ അങ്ങനത്തെ ഒന്നും കഴിക്കില്ല. കുണുക്ക് കഴിക്കാൻ ചാൻസ് കുറവാണ്. പിന്നെ എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ അമ്മ സ്കൂളിൽ പോകുമ്പോൾ ഉണ്ടാക്കിയത് ഒരു ഉപ്പേരി കേട്ടോ. വഴുതിരിങ്ങയും ഉണക്കപ്പയറും കൂടി ഉപ്പേരി. ആ കാര്യം എനിക്കത് ഇഷ്ടമാണ്. അപ്പോൾ ചോദിച്ചു ഒന്ന് അതുണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഉണക്കപ്പയർ ഇന്നലെ കുതിർത്തി ഉപ്പിട്ട് വേവിച്ചു. പിന്നെ വഴുതിരിങ്ങ ഒരൊറ്റ വിസിലടിച്ചു. എന്നിട്ട് പിന്നെ തുറന്നതിന് ശേഷം വഴുതിരിങ്ങ അരിഞ്ഞിട്ടു. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു പയറിൽ. വഴുതിരിങ്ങ കൂടിയിട്ട് 1-2 തള. എന്ന് വെച്ചാൽ വഴുതിരിങ്ങയ്ക്ക് ഒരുപാട് വേവിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ 2 തള തിളപ്പിച്ചിട്ട് കറക്റ്റ് കണ്ടോ ഇങ്ങനെ ആക്കി വെച്ചിട്ട് കണ്ടോ. ഇത് നമ്മൾ ഉപ്പേരി കാച്ചണ പോലെ സാധാ കാച്ചാണ്, പക്ഷെ രസമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് സ്വതവേ വഴുതിരിങ്ങ ഇഷ്ടമാണ്. പക്ഷേ അത് ഒറ്റയ്ക്ക് ഉപ്പേരി വെച്ചാൽ അത്രയ്ക്ക് ഇഷ്ടമല്ലേ. ഇങ്ങനെയൊക്കെ ഉപ്പേരി വയ്ക്കുകയാണെങ്കിൽ ഇഷ്ടം. അപ്പോൾ നമ്മുടെ വയറ് കുറയണതിൻ്റെ ഉള്ള ആ വെള്ളം ഇതിലേക്ക് ഒരു ഗുളിക ഉണ്ടായി ചേട്ടാ. ഗുളിക ഇങ്ങനെ അരിഞ്ഞ് വെറ്റ. അങ്ങനെ പിന്നെ ഞാൻ പറയാം ഫുഡ് കഴിക്കാൻ പോയി വന്നു. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തെടുക്കാനും വീഡിയോ എടുക്കാനോ പഠിക്കാനോ പറ്റില്ല. അപ്പോൾ ഇതൊരു 3-4 ദിവസത്തെ കുഞ്ഞു കുഞ്ഞു വീഡിയോകൾ കൂട്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ഇടണത്. നമ്മൾ ഇന്ന് ഫുൾ വീഡിയോ എടുക്കുന്നതായിരിക്കും. അപ്പോഴേക്കും നമുക്ക് എന്തെങ്കിലും കാരണം ഉണ്ടാവും. ഞാൻ ഇന്നത്തെ ഒരു ദിവസം എന്നിട്ട് രാവിലത്തെ പണി കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇത് ഇന്നലത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എടുക്കുമ്പോൾ ഞങ്ങൾ രാവിലെ കാര്യങ്ങളൊക്കെ കഴിക്കാമെന്ന് വെച്ചാൽ, പക്ഷേ ഇന്നലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ട് നമുക്ക് ഉച്ചത്തെ ഫുഡോ കാര്യങ്ങളോ ഒന്നും കഴിക്കാൻ പറ്റാതെ ഇന്നേക്കൊക്കെ ഭയങ്കര മൈഗ്രൈൻ്റെ തലവേദനയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. ഇന്നലെ ഇതിൽ കാണിക്കുന്നത് ഞങ്ങൾ ലൈമ് ഒരു ബണ്ണിൻ്റെ ഉള്ളിലൊരു ഇത് വെച്ച ഫില്ല് ചെയ്ത ഒരു സാധനമാണ് കഴിച്ചേക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ ഈ കുണുക്കിക്ക് സ്കൂളിലേക്ക് അവർക്ക് സ്കൂളിലേക്ക് ഫുഡും കാരണം കൊടുത്തേക്കുന്നത് ഉണ്ണുകൾക്ക് പരീക്ഷയുള്ള ദിവസമായിട്ട്. അപ്പോൾ അവർ സ്കൂളിൽ പറഞ്ഞേക്കാനുള്ള പരിപാടികളാണ്. അപ്പോൾ ചോറ് കുക്കറിൽ വെച്ചു. അതിന് ഞാൻ ചോദിച്ചു ഇനി ഉപ്പേരി ആകുമ്പോൾ അവർക്ക് 2-3 കറികളും കാര്യങ്ങളൊക്കെ വേണം. ഇതൊക്കെ ചോറുണ്ടെങ്കിൽ വലിയ താല്പര്യമില്ല.
അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചു, അവർക്ക് 2 മുട്ടയൊക്കെ എടുത്ത് മുട്ടച്ചോറ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർക്ക് വേറെ എനിക്ക് കറികളോ ഒന്നും വേണ്ട കേട്ടോ. അങ്ങനെ നമ്മൾ ഒരു 2 സബോളയും ഒരു വലിയ തക്കാളി ഇട്ടു. അതൊന്ന് വാടി പകുതി ആവുന്നതോട് കൂടിയിട്ട് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളകും പൊടിയൊക്കെ നമ്മുടെ എരിവിന് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. വേറെ മസാലകളൊന്നും ഇടണില്ല കേട്ടോ. കുടിക്കാൻ ഒരുപാട് മസാല കുത്തുകളോ കാര്യങ്ങളോ ഒന്നും ഇഷ്ടമല്ല. അപ്പോൾ ഇതാകുമ്പോൾ വേറെ പ്രത്യേകിച്ച് മുളകും പൊടി, മഞ്ഞൾപ്പൊടി മാത്രമേ ഉള്ളൂ. എനിക്കൊരു 3 കോഴിമുട്ട തട്ടുടച്ചു കേട്ടോ. ഒരു തരി ഉപ്പ് കൂടുതൽ വേണം, എന്നാലാണ് നമ്മുടെ ചോറിൻ്റെ ഒപ്പം ബാലൻസ് ചെയ്ത് നിൽക്കുള്ളൂ കേട്ടോ. ചോറ് നമ്മൾ ഉപ്പിടാണ്ടാണ് വേവിക്കുക കേട്ടോ. ഉപ്പിട്ട് വേവിക്കുന്ന ചോറാണെങ്കിൽ നമുക്കിതിലേക്ക് കറക്റ്റ് ഉപ്പിട്ടാൽ മതി. അത് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കുക. കുട്ടികൾക്ക് ഈ ഉച്ചയ്ക്കുള്ള ഫുഡ് കൊടുത്തേക്കുമ്പോൾ ഏറ്റവും നല്ല പരിപാടി ഇതാണെന്ന് എനിക്ക് തോന്നുന്നത് വെച്ചാൽ വേറെ ഒന്നും വേണ്ട അല്ലേ. തക്കാളിയല്ല, മുട്ടച്ചോറ്. പക്ഷെ ഞങ്ങളുടെ കുട്ടികാലത്തൊക്കെ ഞങ്ങൾ കഴിച്ചിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഉണ്ണോളേനൊക്കെ സ്കൂൾ ഉണ്ടാക്കിയതിന് ശേഷം നേരെ ഞങ്ങൾ വന്ന് അക്ഷയയിലേക്ക് കേട്ടോ. അക്ഷയയിൽ എത്ര മണിക്കൂർ ഇരുന്നു? 2 മണിക്കൂർ. അല്ല, നേരെ അക്ഷയയിലേക്ക് എല്ലാട്ടോ പോയത്. നേരെ നമ്മൾ വാട്ടർ അതോറിറ്റി അവിടേക്ക് പോയി. അവിടുന്ന് പോയപ്പോൾ അവർ പറഞ്ഞു അക്ഷയയിലേക്ക് പോകാൻ പറഞ്ഞു. അങ്ങനെ അക്ഷയയിൽ പോയിട്ട് 2 മണിക്കൂർ അവിടെ കുത്തിയിരുന്നു. 2 മണിക്കൂർ ഇരുന്നിട്ട് കാര്യം നടന്നോ? കാര്യമായിട്ട് നടന്നില്ല. നമ്മൾ 2 മണിക്കൂർ ഇറങ്ങിയപ്പോൾ വീശുന്നു, തലൊക്കെ കറങ്ങിയപ്പോൾ അതിനായിട്ടൊരു കാപ്പി, ഞാനും ലൈമും. പിന്നെ ഒരു ബെന്നിൻ്റെ ഉള്ളിൽ എന്തോ ഒരു ഫില്ലിങ് ആയിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. പിന്നെ ഒരു കുഞ്ഞൊരു ബെന്ന് കഷ്ണം ഉണ്ട് കേട്ടോ. അത് കുഞ്ഞിതാണ്, അതൊരു വായിക്കുള്ളൂ. മറ്റത് ഒരു വായിക്കുന്നുണ്ട് 20 ഉറുപ്പ്യല്ലേ. അപ്പം ഞങ്ങൾ 2 ആളുണ്ടെങ്കിൽ അവർ വായിക്കുള്ളത് ഞങ്ങൾ 4-5 വായിക്കരുത് തിന്ന് വയറ് നിറച്ചിട്ട് ഞങ്ങൾ ഇറങ്ങിയില്ല. അങ്ങനെ ഞങ്ങൾ 2 ആളും കൂടി ഇരുന്ന് കഴിച്ച്. അപ്പോൾ ഇത് കഴിക്കുമ്പോഴും നമുക്കിങ്ങനെ തൊയിലക്കേടാട്ടോ. എന്താ തൊയിലക്കേട്? ഉണ്ണികൾ. ഞങ്ങൾക്ക് എന്ത് കഴിക്കുമ്പോഴും ഉണ്ണോളില്ലെങ്കിൽ ഭയങ്കര ഒരു സുഖക്കുറവാട്ടാ. അങ്ങനെ കാലത്ത് ഉണ്ണാൾ സ്ക്രൂ ഉണ്ടാക്കാൻ പോയത്. പിന്നെ കുറേ ബാങ്കിലേക്ക് പോകാറുണ്ടായിരുന്നു, അക്ഷയയിലേക്ക് പോകാറുണ്ടായിരുന്നു, അങ്ങനെ കുറേ സ്ഥലങ്ങളിലേക്ക് പോകാറുണ്ടായിരുന്നു. പോയി പിന്നെ കഴിയുമ്പോഴേക്കൊന്നും 2:30 ആയില്ല. പിന്നെ 2:45 കുണ്ണുള്ള സ്കൂളിൽ നേരെ ഇപ്പോൾ സ്കൂളിൽ നിന്ന് അവരെടുക്കാൻ വേണ്ടി പോയി. പിന്നെ സ്കൂളിൽ നിന്ന് എടുത്ത് അവർ ട്യൂഷനാക്കി വീട്ടിൽ വന്ന് ഒന്ന് മേല് നനച്ച് 10 മിനിറ്റ് കിടക്കുന്നു. തല കഴിഞ്ഞിട്ട് കിടന്നേപ്പിക്കും ട്യൂഷൻ കഴിഞ്ഞിട്ട് ഫോൺ വന്നു. അപ്പോൾ ഉണ്ണോളെടുക്കാൻ പോയി. ഉണ്ണോളെടുത്ത് വരുമ്പോൾ ഞങ്ങൾ കുറച്ച് മീൻ മേടിച്ചു. എന്താ വെച്ചാൽ നമ്മൾ ഉച്ചയ്ക്ക് ഒന്നും കഴിച്ചിട്ടില്ലെന്ന് വെറും ചായയും ലൈമും അതുമേ നടക്കണം. വിശന്നിട്ട് കഴിഞ്ഞ് ചോറുണ്ണാൻ തോന്നുന്നുണ്ട്. ഒന്നും കഴിക്കാത്തവനും ചോറുണ്ണാൻ തോന്നുന്നുണ്ട്. അപ്പം ഞാനിന്ന് കൂടുതൽ ആഗ്രഹിച്ചു ആ പയറും വഴുതിരിക്കും കൂടിയിട്ട് ഉപ്പേരി വെച്ചിട്ട് കഴിക്കണമെന്ന്. അപ്പം അത് പറ്റിയില്ല. ഇനിയിപ്പോൾ ഞാൻ അതൊക്കെ ഉണ്ടാക്കട്ടെ കേട്ടോ. മീൻ മേടിച്ചിട്ടുണ്ട്, അത് വെക്കണം. ഉപ്പേരി ഒന്ന് ഇളക്കോട്ടെ. ഞാനത് വേവിച്ച് വെച്ച് പോയതാ. കാച്ചാൻ നേരം കിട്ടിയില്ല. ഉണ്ണോട് മുട്ടച്ചോളം ഉണ്ടായത് കേടായില്ലോ. കേടായില്ല. ഒന്ന് ചൂടാട്ടപ്പോഴേക്കും ഉപ്പേരി വെച്ചിട്ട് വേണം ചോറ്. കുഞ്ഞുമത്തി മേടിച്ചിട്ട് വറക്കാൻ കുറേ നാളത്തെ ആഗ്രഹം. കുഞ്ഞുമത്തി വറുത്തതും ചോറും കൂടി കഴിക്കാം. നമ്മുടെ ടിഷ്യൂൻ്റെ പാക്കറ്റ് എടുത്ത് തരുമോ? ടിഷ്യൂൻ്റെ പാക്കറ്റ് ടിഷ്യൂ പാക്കറ്റ്
അങ്ങനെ കാത്തിരുന്ന് നമ്മുടെ ആ ഉപ്പേരി മുളകിടാൻ്റെ സമയമായിട്ട് സത്യം പറഞ്ഞാൽ ഇതിൽ കാണുമ്പോഴേക്കും എനിക്ക് ഇന്നലത്തെ ആ ഒരു ഓർമ്മ ചേട്ടാ സൂപ്പറായിരുന്നു. വഴുതനങ്ങ, നല്ല വഴുതനങ്ങ, നല്ല പയറ്, അതും കൂടി ഉപ്പേരി വെച്ചപ്പോൾ ആദ്യം കുറച്ച് വെളിച്ചെണ്ണ, പിന്നെ കടുക് പൊട്ടിക്കുക, പിന്നെ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ചതച്ചിടുക, അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില ഇടുക, എന്നിട്ട് വറവറ ഇങ്ങനെ നന്നായി വറുത്തെടുക്കുക. അതിലേക്ക് നമ്മുടെ കുത്തിയ മുളക് ഇടുക, പിന്നെ കുറച്ച് മുളക് പൊടി ഇടുക. അപ്പോൾ നമ്മൾ പയറും വഴുതനങ്ങയിൽ പയറ് കുതിരായിട്ടിട്ട് ഒരു വിസിലടിച്ച് വേവിച്ച് വെച്ചു കിട്ടുക. പിന്നെ അതിലേക്ക് വഴുതനങ്ങ ഇട്ടു മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് വേവിച്ച് വെച്ചു കിട്ടുക. ഒരു 2 തള അടയ്ക്കുമ്പോൾ വഴുതനങ്ങ വെന്തോളൂ കേട്ടോ. അത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. കണ്ട മസാലയൊക്കെ മൂത്തു. കുത്തിയ മുളകും പൊടി മാത്രമേ ഉള്ളൂ കേട്ടോ. അതിലേക്ക് നമ്മൾ ആ വഴുതനങ്ങയും പയറും. ഈ ഒരു ഉപ്പേരിയുടെ മെയിനായിട്ട് എന്താ രസം, ഇങ്ങനെ കുഴഞ്ഞിരിക്കണം അല്ലേ? എന്നാലാണ് ആ ഉപ്പേരി ചോറിൽ ഇങ്ങനെ കുഴയ്ക്കുമ്പോൾ എൻ്റെ പൊന്നോ തരി മാങ്ങച്ച, കുറച്ച് ചോറിലേക്ക് ആ ഒരു ഉപ്പേരിയിട്ട് തരി മാങ്ങച്ചാറും കൊണ്ട് കുഴച്ച് ഒരു മത്തിയുടെ കഷ്ണം വെച്ചപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി. ഈ മാങ്ങച്ചാറ് കൂടാണ്ട് നിങ്ങളൊരു നാരങ്ങച്ചാറ് കണ്ടെത്തിണ്ട്. നാരങ്ങ ഇപ്പം കിട്ടാന് നാരങ്ങയുടെ ഓണറിനെ ഞങ്ങൾ അന്വേഷിച്ച് നടക്കുകയാണ്. നാരങ്ങ കിട്ടിയ ഉടനടി ആ നാരങ്ങ മേടിച്ച് അച്ചാറ് ഇടുന്നതാണ് വേറെ ലെവലിൽ ടേസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഉപ്പേരിയൊക്കെ മടക്കിട്ടതിന് ശേഷം 1-2 മിനിറ്റിൻ്റെ ഉള്ളിൽ ഇട്ട് ചൂടാക്കിയതിന് ശേഷം നമ്മൾ വേറെ പാത്രത്തിലാക്കി ആ ചട്ടി വീണ്ടും എടുത്തിട്ട്, അപ്പോൾ ചട്ടിയോട് 2.5 മേടിച്ചാൽ നമ്മൾ 2 ചട്ടി മേടിച്ചിട്ടുണ്ട്. നമ്മുടെ ചട്ടിയൊക്കെ കേടായി. അങ്ങനെ വീണ്ടും നമ്മൾ ആ മൺചട്ടി കഴുകി അത് തന്നെ വെച്ചു. ഞാനിരിക്കും നമ്മൾ അടുത്തത് മീൻകറി ഉണ്ടാക്കാനുള്ള പരിപാടി കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് മീൻ മേടിച്ച് കേര, 1/2 കിലോ കേര മേടിച്ചു. 1/2 കിലോ കേര മേടിച്ചാൽ ഞങ്ങൾക്ക് സുഖമായിട്ട് 2 ദിവസം കൂട്ടാട്ടോ. അപ്പോൾ ഇന്നലെ കൂട്ടി. ഇനിയിപ്പോൾ ഇന്നേക്ക് ഞങ്ങൾക്ക് ഉണ്ട് അല്ലേ? ഇന്നൊക്കെ ഇനി രാത്രിക്ക് ഒരു പാറ്റ് ചപ്പാത്തി ഇരിക്കുന്നുണ്ട്. അത് ചുട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് രാത്രിക്ക് ചപ്പാത്തി മീൻകറി ആയി കഴിഞ്ഞാൽ ഇന്നത്തെ പരിപാടി അങ്ങനെ കഴിഞ്ഞു. അപ്പം ഞങ്ങൾ ഉണ്ണോൾക്ക് ഫുഡാ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കേണ്ടി വരും. തരികയുടെ ചിലർക്ക് ചപ്പാത്തിയോട് വലിയ ഇഷ്ടമില്ല. അങ്ങനെ നമ്മൾ ഉലുവ ഇട്ടു, വെളുത്തുള്ളി ഇഞ്ചി ഇട്ടു, അത് മൊരിഞ്ഞ് വരുന്നതോട് കൂടിയിട്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചാൽ കുറച്ച് കറിവേപ്പിലയും കുറച്ച് ചുവന്നുള്ളി ഞാൻ കൂടുതലിടാം. ഇടയ്ക്ക് സബോള ഇടുന്നത് ഇഷ്ടമില്ല മീൻകറിയിൽ. ഞാൻ കൂടുതൽ ചുവന്നുള്ളിയാണ് ഉണ്ടാക്കുക. അതിന് എത്ര വൈകിയെങ്കിലും ഇരുന്ന് നന്നാക്കി ചുവന്നുള്ളിയൊക്കെ ചിലപ്പോൾ ചെറിയ എന്നാലും വേണ്ടില്ല. മീൻകറിക്ക് ആ വെളുത്തുള്ളി സബോളയേക്കാൾ ടേസ്റ്റ് ചുവന്നുള്ളി അല്ലേ ചേട്ടാ? അതൊന്ന് മൂത്ത് വരുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി അതിട്ടിട്ട് നല്ല മധുരമായിട്ട് കുത്തുമണം പോണവനെ വരട്ടെ. അതിൽ കുറച്ച് ഉലുവപ്പൊടി ഇടാം കേട്ടോ. കുറച്ച് ഉലുവപ്പൊടി ഇട്ടതിന് ശേഷം ഞാൻ വാളംപുളി പിഴിഞ്ഞിട്ടാണ് ഒഴിക്കുന്നത്. എനിക്കിപ്പോൾ കുടംപുളിയേക്കാളും ഇഷ്ടം വാളംപുളി പിഴിയണതാണ് അല്ലേ? ഇപ്പോൾ ഇവിടെ എല്ലാവർക്കും കുടംപുളി മാറ്റി. ഞങ്ങൾ കുടംപുളിയുടെ ആൾക്കാരായിരുന്നു. വാളംപുളി ഇഷ്ടമുണ്ടായിരുന്നില്ല, കുടംപുളിയായിരുന്നു ഇഷ്ടം. ഇപ്പോൾ കുറച്ചാളായിട്ട് ഇപ്പോൾ ഞങ്ങൾ എല്ലാവരും വാളംപുളിയിലേക്ക്. വാളംപുളി എന്ന് വെച്ചാൽ പഴംപുളി എന്നൊക്കെ പറയട്ടാ. വാളംപുളി എന്ന് പറഞ്ഞാൽ അറിയില്ല എന്ന് വിചാരിക്കുക. അങ്ങനെ നമ്മൾ കഴുകി വെച്ച നമ്മുടെ കേര മീൻ നുറുക്ക് കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തു കേട്ടോ. അങ്ങനെ നമ്മൾ ആ മീൻ എന്താ വെച്ചാൽ ഉണ്ണോൾക്ക് കഴിക്കാൻ എളുപ്പത്തിലാണ് ഈ മീൻ മേടിക്കുക. പിന്നെ ഈ മീനാകുമ്പോൾ അതിന് മാത്രം റേറ്റും ഇല്ല അല്ലേ? 1/2 കിലോനൊക്കെ ആകുമ്പോൾ മുളക് ഇട്ട് വയ്ക്കാൻ നല്ലതാട്ടാ. പിന്നെ ഞാനൊരു 1 മണിക്കൂർ 1.5 മണിക്കൂർ 1/2 കിലോ കുഞ്ഞുമത്തി അടിച്ചു. അത് നന്നാക്കാൻ പിടിച്ചു കേട്ടോ. മീൻകറി വെച്ചതിന് ശേഷം മത്തി നന്നാക്കാൻ പോയി. മത്തിയൊക്കെ നന്നാക്കി ഉപ്പും മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ട് അങ്ങനെ മസാല തിരുമ്മിച്ചു നന്നാക്കി. അതപ്പോഴേ നമ്മുടെ ഈ കുഞ്ഞു വിരലിൻ്റെ അത്രയ്ക്കുള്ള മത്തി ഫ്രഷ് ഉണ്ടല്ലോ, ഭയങ്കര ടേസ്റ്റ് ചെയ്യുന്നു കേട്ടോ മത്തി. ഇത് കഴിച്ചപ്പോൾ സത്യമാണ് നന്നാക്കാൻ കുറച്ച് മടിയുണ്ടെങ്കിലും ഇനി മേടിക്കാനൊരു ആവേശം വന്നു. ഇത് വെച്ചിട്ട് കുറച്ച് ഉള്ളി സാമ്പാർ വയ്ക്കുക. ഉള്ളി സാമ്പാറും ഉണക്കും ഈ കുഞ്ഞുമത്തി വറുത്തത് ഇങ്ങനെ ഇടാം. അടിപൊളി. അങ്ങനെ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ച് നമ്മൾ മീൻ വറുത്ത് കോരാട്ടോ. ഇനിയിപ്പോൾ രാത്രി ആകുമ്പോൾ ചോറും അവിടെ ഭയങ്കര ആവേശമാട്ടോ. വേറെ ഒന്നല്ല, രാവിലെ തൊട്ട് രാത്രി 8 മണി വരെ വേറെ ഫുഡുകളോ കാര്യങ്ങളോ ഒന്നും കഴിഞ്ഞാൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യാൻ 8 ദോശ കഴിക്കുകയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. അങ്ങനെ പ്രത്യേകിച്ചൊന്നും കഴിക്കാതെ ഞങ്ങൾ ഭയങ്കര ടയർഡായി. പക്ഷേ ഈ ഫുഡൊക്കെ നല്ല ചൂടല്ലേ നമ്മളവിടെ. പിന്നെ നമ്മൾ ഓരോ സ്ഥലങ്ങളിലൊക്കെ പോയിരിക്കുമ്പോൾ അവിടെയൊക്കെ ഭക്ഷയിൽ പോയിട്ട് അവിടെ ഫാനും ഇല്ല വെളിച്ചില്ല ഒന്നും. 2 ചൂടെടുത്തിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. ഫാൻ ദൂരെന്നാ നമ്മളിരിക്കുന്ന സൈഡിലേക്ക് ഫാനില്ല. അങ്ങനെ നമ്മുടെ മീൻകറി വെച്ചു, മത്തി വറുത്തു, ഉപ്പേരി മറന്നു. ചേട്ടാണ് തുമ്പിയത്, ഞാനും ഇവിടെ തുമ്പി. കുറേ നാൾക്ക് ശേഷമായിട്ട് ഞാൻ കുഞ്ഞമത്തി മേടിക്കുന്നത്.
അങ്ങനെ പാത്രം കഴിഞ്ഞ് സത്യം പറഞ്ഞാൽ വിശന്ന് ഞങ്ങൾക്ക് തലമൊക്കെ അറിയില്ല. പക്ഷെ വിശന്ന് നമ്മൾ ചോറുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ക്ഷീണം. അപ്പം ഞാൻ എന്ത് ചെയ്തു, ചോറുണ്ടാക്കാൻ മുന്നേ അടുക്കളൊക്കെ ക്ലീൻ ആക്കിയിട്ട് ചോറിനാൻ പോകാമെന്ന് വെച്ചിട്ടാ. അങ്ങനെ നമ്മൾ ഗ്യാസ് അടുപ്പൊക്കെ നല്ല തേച്ച് കഴുകി നമ്മൾ കണ്ട മീൻ വറുത്ത് കഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ ഈ പാതിപുറത്ത് ഈ ടൈലുമിക്കൊക്കെ മീനും അതും മത്തി എണ്ണ പൊട്ടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടുക്കള തന്നെ മീൻ മണക്കൂട്ടാ. അപ്പോൾ എനിക്ക് മീൻ മണക്കുന്ന കാര്യത്തിൽ ഭയങ്കര ഇതുള്ള ഒരു ആ വ്യക്തി ഞാൻ. എനിക്ക് വേറെ എന്ത് സാധനം മീനിൻ്റെ സ്മെല്ല് പെട്ടെന്ന്, അതും പ്രത്യേകിച്ച് മത്തി വറുത്ത എണ്ണ പൊട്ടി വെച്ചത് അവിടെ അടുക്കളയിലുണ്ടെങ്കിൽ നമ്മുടെ വീട് ഫുള്ളും മീൻ മണക്കും. അപ്പം ഞാൻ കയ്യോടെ അതൊക്കെ ഇരുന്ന് ഉരച്ചും തേച്ചും തേമ്പി കളയട്ടോ. ലിക്വിഡ് ഒഴിക്കുന്നുണ്ട്, ഡെറ്റോൾ ഒഴിക്കുന്നുണ്ട്, തുടയ്ക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ അടുക്കളൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ടാ. അങ്ങനെ ഇന്നത്തെ സ്പെഷ്യൽ ഇതൊക്കെ ഉപ്പേരി കേട്ടോ എനിക്ക്. അപ്പോൾ ഈ ഉപ്പേരി ആട്ടെ ഇന്ന് രാവിലെ തൊട്ട് എൻ്റെ മനസ്സിൽ കഴിക്കണമെന്ന് വിചാരിച്ച, പക്ഷെ നമ്മളെ സാഹചര്യങ്ങൾ നമ്മളെ സമ്മതിച്ചില്ല. അപ്പം ഈ പയറും വഴുതിരിങ്ങും ആ കുട്ടിക്കാലത്തെ ഓർമ്മ. സ്കൂളിൽ ചോറ്റുപാത്രത്തിൽ ചോറ് കൂണ ഓർമ്മ കേട്ടോ. അങ്ങനെ എന്താണ്ട് കുഞ്ഞിമത്തി, കുറേ നാളായി കുഞ്ഞിമത്തി ഇല്ലാണ് ചേട്ടാ. കുഞ്ഞിമത്തി തന്നെ മത്തി തന്നെ കഴിച്ചിട്ട് കുറേ നാളായി. എങ്ങനെ ഉണ്ടായിട്ടോ ഉപ്പേരി? ഇഷ്ടല്ലേ? ആ വഴുതിരിങ്ങ കൂട്ടി ചോറ് കുഴച്ചിട്ട് എനിക്ക് മീൻകറിയുടെ ആവശ്യമില്ല ചേട്ടാ. എന്നിട്ട് മീൻകറി എടുത്താ ചോറ് കിണ്ണത്തിൽ ചോറ് കൊടുത്തിട്ട് ഇത്ര ഞാൻ എടുക്കാറില്ല, പകുതി എടുക്കാറ്. ഉച്ചക്കൊന്നും കഴിച്ചിട്ട ഈ ഉപ്പേരിയൊക്കെ ഒരു ആവേശം. രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല മുത്തേ. സീലിലേക്കണം. മീനുണ്ടോ? ആവശ്യമുണ്ടോ? തുള്ളി എടുത്താൽ പറ്റില്ല. എനിക്ക് മീൻചാറ് മാത്രമേ ഉള്ളൂ. കുറച്ച് ഉപ്പേരി എടുത്തോ. എല്ലാം കഴിക്കണം നമ്മൾ. നിങ്ങളുടെ കുട്ടിക്കാലത്തൊക്കെ ഞങ്ങൾ സ്കൂളിൽ കൊണ്ടുപോയി ഉപ്പേരികൾ ഇതൊക്കെ. എല്ലാവരും പറയും കുട്ടികളെല്ലാം കഴിച്ചപ്പോൾ ശീലിപ്പിക്കണം. ഇവിടെ പറയാണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. മോൾക്ക് ഉപ്പേരി ഇഷ്ടമാണല്ലോ. മോളിന്ന് ഉപ്പേരി കഴിഞ്ഞ് മോള് പച്ചക്കറി കഴിക്കുന്നതാണ്. ഉപ്പേരിയൊക്കെ കാർട്ടൂൺ എന്ത് ചെയ്യും അവളൊന്ന് മീനും മുള്ളില്ല. നല്ല വഴുതിരിങ്ങ. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസത്തെ വീഡിയോ. ഇന്നത്തെ ദിവസം രാവിലെ തന്നെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ലൈഫിൽ ഏറ്റവും നല്ല മുഹൂർത്തങ്ങളുള്ള ഒരു മുഹൂർത്തമായിരുന്നു കേട്ടോ. ഒരു വീട്ടിലെ കാറ് മേടിക്കാൻ ഭയങ്കര, അതും എൻ്റെ തന്നെയായിട്ട് ഒരുപാട് നാളായിട്ട് സ്വപ്നം കാണുന്ന ഒരു കാറാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ ഒരു കാറ് എപ്പോൾ ഈ കാറ് വഴി കൂടെ പോകുമ്പോൾ അതിനായിട്ട് ഇങ്ങനെ നോക്കണുണ്ട്. പക്ഷെ നമുക്ക് എടുക്കാൻ പറ്റിയില്ലെങ്കിലും അതിനുവേണ്ട അനിയൻ അത് മേടിച്ചു കേട്ടോ. നമുക്കതിന് ഭയങ്കര സന്തോഷമായിട്ട് നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ള ഒരു കാറാണ്. അതിനായിട്ട് എപ്പോഴും കണ്ടാലും ഈ ഒരു കാറിനോട് ഭയങ്കര ഇഷ്ടമായിട്ട് അതിനായിട്ട്. അപ്പോൾ അനിയൻ്റെ പുതിയ കാർ എടുക്കുന്ന ദിവസമായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരെയും വിളിച്ചിട്ടുണ്ടെന്ന് ഞങ്ങളെല്ലാവരും പോയി. അപ്പോൾ ഫോട്ടോ വീഡിയോ എടുക്കുമ്പോൾ ഞങ്ങളോട് എല്ലാവരോടും അവിടെ നിൽക്കാൻ പറഞ്ഞു. പക്ഷേ ഞങ്ങൾ നിന്നില്ല, വേറെ ഒന്നുമില്ല. അവർ മൂന്നാളും കൂടി ആ ഒരു കാറിൻ്റെ അതൊരു വീഡിയോ എടുക്കാൻ നമ്മുടെ അച്ചുവിനെ വിളിച്ചിട്ടുണ്ട് കേട്ടോ. അച്ചുവാണ് വീഡിയോഗ്രാഫർ. കാരണം നമ്മുടെ അച്ചു വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഷേബി ഇവിടെ വീഡിയോ എടുക്കുന്നുണ്ട്. ഞങ്ങളെല്ലാവരും അവരുടെ ഫ്രണ്ടിലിരുന്നത് കണ്ട് ആസ്വദിക്കുന്നുണ്ട്, സന്തോഷിക്കുന്നുണ്ട്, അനുഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ നമ്മുടെ വീട്ടിലിങ്ങനെ ഒരു പുതിയ അതിഥി വരില്ലേ അല്ലേ, കാറ് നമ്മുടെ കുടുംബത്തിലേക്ക്
തന്നെ ഒരു പുതിയ അതിഥിയാണ് ഒരു കാറ്. അതെടുക്കുമ്പോൾ നമ്മളെല്ലാവരും പ്രാർത്ഥനയും അനുഗ്രഹവും ഒക്കെ വേണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര തലവേദനയായിരുന്നു. ഇന്ന് ഞാൻ ലാസ്റ്ററിൽ പോകാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന ദിവസമായിരുന്നു. എന്ന് വെച്ചാൽ ഡിസംബറിൽ പോകേണ്ടതായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് അപ്പോൾ നമ്മളെ കുറച്ച് പ്രശ്നം കാരണം നമുക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് പോകാമെന്ന് വെച്ചായിരുന്നു. പക്ഷേ എനിക്ക് രാവിലെ വെച്ചപ്പോൾ ഭയങ്കര മൈഗ്രെയിൻ കേട്ടോ. അപ്പോൾ ഞാൻ പോയില്ല, ഹോസ്പിറ്റലിൽ പോയില്ല. 6 മണിയാകുമ്പോൾ എണീച്ചു. പക്ഷേ എനിക്ക് തീരെ തന്നെ കിടന്നുറങ്ങി. പിന്നെ ഇവരുടെ കാർ എടുക്കുന്ന സമയമാകുമ്പോൾ ഞങ്ങൾ കാർ എടുക്കാൻ വന്നിട്ടോ. അപ്പോൾ ബ്ലാക്ക് കാറാണ് കേട്ടോ. അടിപൊളി കാറാണ്, ഉള്ളൊക്കെ അടിപൊളിയാണ്, നല്ല ഭംഗിയുണ്ട്, നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ ഈ താക്കോൽ മേടിക്കണ ചടങ്ങാണ് കേട്ടോ. അപ്പോൾ അവർക്ക് കണ്ടാൽ കൂട്ടിട്ട് ഈ ഒരു മോനുള്ളൂ കേട്ടോ. നിങ്ങൾ ഒരുപാട് വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. അച്ചു അച്ചു എന്ന് കുഞ്ഞനും പൊന്നും ഒക്കെ പറഞ്ഞു കേട്ടില്ലേ. ഇത് അച്ചുട്ടൻ, പാപ്പൻ്റെ മോൻ അച്ചുട്ടൻ, കുഞ്ഞിൻ്റെ ചെക്കൻ അച്ചു. അങ്ങനെ ഞങ്ങൾക്ക് 2 അച്ചുവാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ അച്ചുട്ട അച്ചു എന്ന് വിളിക്കുക കേട്ടോ. അല്ലെങ്കിൽ അവർ രണ്ടാളും വിളി കേൾക്കില്ലേ. അതേ കൊണ്ടുപോയത് അപ്പൊ പിന്നെ അവിടെ സെറ്റായ ഇഷ്ടമായ ഇഷ്ടമായ എടുത്ത വണ്ടി സെറ്റായില്ലേ? അല്ല പെട്രോളിന് ഇത്ര ക്ഷാമുള്ളപ്പോ കുറച്ചുകൂടി അടിച്ചൂടെ വരും. അങ്ങനെ അനിയൻ്റെ സ്വപ്നമായ ആ കാറിൽ അനിയൻ്റെ ഒന്ന് കയറി നിന്നിട്ട് അനിയൻ കയറിയിട്ടാ. അനിയൻ കയറി, അനിയത്തിയും മോനൊക്കെ കയറി നിന്നതിന് ശേഷം അനിയൻ പറഞ്ഞു എടുത്ത് ചേട്ടനൊക്കെ ഒന്ന് കയറി വെക്കണം. അപ്പോൾ ഞാൻ കയറിയില്ല കേട്ടോ. വേറെ ഒന്നല്ല, നമ്മൾ അമ്പലത്തേക്ക് വണ്ടി പൂജിക്കാൻ കൊണ്ടുപോകേണ്ടതുണ്ട്. അപ്പോൾ വണ്ടി അമ്പലത്തിൽ പോയി പൂജിച്ചതിന് ശേഷം കയറാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അനിയൻ്റെ ഒരു ആഗ്രഹമല്ലേ. അപ്പോൾ ഞാൻ എന്നോട് അനിയുടെ കയറി വെക്ക്, അനിയൻ്റെ വണ്ടിയല്ലേ കയറിയിരിക്കുകയാണ്. അപ്പോൾ അനിയേട്ടൻ ഭയങ്കര ഹാപ്പി കയറിയിരുന്നു. ഒരുപാട് സ്വപ്നങ്ങളാണ് അത് നമുക്ക് പെണ്ണുങ്ങൾക്കല്ല, ആണുങ്ങൾക്കാണ് കൂടുതൽ വണ്ടിയോടുള്ള ആഗ്രഹങ്ങൾ. അപ്പോൾ അതേ ഞങ്ങൾ ആ വണ്ടി എടുത്ത സന്തോഷത്തിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഫുഡ് മേടിച്ച് തന്നോട്ടെ. ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് കയറി ഒരു ഹോട്ടലിൽ കയറി ഞങ്ങളെല്ലാവരും കൂടി ഫുഡ് കഴിക്കാൻ കയറിയിട്ടുണ്ട്. അപ്പോൾ അതേ ഇവിടെ ഭയങ്കര സംസാരം കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. എന്തൊക്കെയോ കാർത്തൂനോടാണെന്നൊക്കെ തോന്നുന്നു. അവിടെ കാർത്തുമ്മയാണ് ഇരിക്കുന്നത്. ആ കാർത്തൂനോടാണ് എന്തൊക്കെ സംസാരിക്കുന്നത്. അങ്ങനെ ഞങ്ങളെല്ലാവരും വിശന്ന് വരഞ്ഞു കേട്ടോ. സത്യം പറഞ്ഞാൽ രാവിലെ ഞങ്ങളൊന്നും കഴിക്കാണ്ട് പോയത്. പിന്നെ നമ്മൾ കാറ് ഡെലിവറി ചെയ്യുന്ന ഷോപ്പിൽ നിന്ന് ഞങ്ങൾ ഒരു ഗ്ലാസ് കോഫിയൊക്കെ കുടിച്ചപ്പോൾ ഒന്ന് ബാലൻസ് ചെയ്ത് നിന്നു കേട്ടോ. എന്താ വെച്ചാൽ ഞാൻ രാവിലെ നേരത്തെ എണിക്കാൻ പറ്റിയില്ലെങ്കിൽ മൈഗ്രൈൻ്റെ തലവേദനയൊക്കെ 8:30 എണിച്ച് കുളിച്ച ശേഷം ഞങ്ങൾക്ക് ഇങ്ങനെ കാറ് എടുക്കാൻ വേണ്ടി പോകേണ്ടി വന്നു കേട്ടോ. 10:30 അപ്പോൾ തൃശ്ശൂർ മരത്താങ്കരയ്ക്ക് എത്തണം. അപ്പോൾ നമുക്കൊരു 1 മണിക്കൂർ മേലെ യാത്ര ഉണ്ട് കേട്ടോ. അവിടേക്ക് പിന്നെ അച്ചും കുഞ്ഞിനും അവിടേക്ക് വന്നു. പക്ഷെ അവർ പോകുമ്പോൾ എന്നോട് യാത്ര പറഞ്ഞില്ല, എന്താണ് ഉണ്ടായോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് സന്തോഷത്തോടൊക്കെ അവർ അമ്പലത്തേക്ക് ചാവി പൂജിക്കാനായിട്ട് അവർ പോയിട്ട് ഞങ്ങളങ്ങനെ നേരെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ.